നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ്. ടാറ്റ ടെക്നോളജി കഴിഞ്ഞ ദിവസം 0.41% ഇടിഞ്ഞ് 1166 ക്ലോസിംഗ് നൽകി. 47,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 75.89, 52 വീക്ക് ഹൈ 1400, 52 വീക്ക് ലോ 1151. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 5% നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ടാറ്റ ടെക്നോളജി. ടാറ്റ ടെക്നോളജി റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും 140% ലിസ്റ്റിംഗ് ഗെയിൻ കമ്പനിയുടെ ഐ.പി.ഒയിൽ അപ്ലൈ ചെയ്തവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്ത സ്റ്റോക്കാണ്. അതിനുശേഷം തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റോക്കിൽ കാണുന്നു. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജായ JM ഫിനാൻഷ്യൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയതും 1360 രൂപയുടെ ടാർഗറ്റ് നൽകിയതുമാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ടാറ്റ ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികളിൽ JM ഫിനാൻഷ്യൽ എന്ന ബ്രോക്കേജ് ഏജൻസി വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ റോളിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ടെക്നോളജി. ഈ ഇലക്ട്രിഫിക്കേഷൻ തീമിൻ്റെ പശ്ചാത്തലത്തിൽ 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി $35 ബില്യൺ വാല്യൂഷനുള്ള കമ്പനിയായി ടാറ്റ ടെക്നോളജി വളരും എന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ കമ്പനി ഇലക്ട്രിക് വെഹിക്കിൾ റിട്രോഫിറ്റ്മെൻറ്റിലും പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വെഹിക്കിളുകളെ ഇലക്ട്രിക് വെഹിക്കിളുകളായി കമ്പനി കൺവെർട്ട് ചെയ്യുന്നു. ആൾറെഡി ടാറ്റ ടിയാഗോ തുടങ്ങിയ ടാറ്റയുടെ തന്നെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പാസഞ്ചർ വെഹിക്കിളുകളെ കമ്പനി ഇലക്ട്രിക് വെഹിക്കിളുകളായി കൺവെർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ബിസിനസ്സിലും കമ്പനി മികച്ച പെർഫോമൻസ് നടത്തും എന്നാണ് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കമ്പനി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. 6 സംസ്ഥാന സർക്കാരിൽ നിന്നും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് $22.9 ബില്യൺ രൂപയുടെ കോൺട്രാക്റ്റും ടാറ്റ ടെക്നോളജിക്ക് ലഭിച്ചിട്ടുണ്ട്. 2023 മുതൽ 2026 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 13% റവന്യൂ ഗ്രോത്തും 15% ഏണിംഗ് പെർ ഷെയറിലെ വർധനവുമാണ് ടാറ്റ ടെക്നോളജിയിൽ നിന്നും JM ഫിനാൻഷ്യൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റീസെൻ്റ്ലി കമ്പനി 500 രൂപയ്ക്കടുത്തായിരുന്നു IPO കൊണ്ടുവന്നത്. അതിനുശേഷം 1200 രൂപയ്ക്കടുത്ത് മാർക്കറ്റ് ലിസ്റ്റഡ് ആവുകയും ചെയ്തു. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ തുടർച്ചയായ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. സ്റ്റോക്ക് 1400 നിന്നും ഇടിഞ്ഞ് 1166 1150 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോയാണ്. ഈ ലോ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് ചിലപ്പോൾ ഇവിടെ നിന്നും ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ 1250 എന്ന റെസിസ്റ്റൻസ് മറികടന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. രണ്ടാമത്തെ സ്റ്റോക്ക് സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. സ്റ്റീൽ സ്ട്രിപ്സ് വീൽ ലിമിറ്റഡ് ഓട്ടോ ആൻസിലറി കമ്പോണൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് ലിമിറ്റഡ് എന്ന കമ്പനി AWM ഓട്ടോ കമ്പോണൻറ്റ് എന്ന കമ്പനിയെ 138.5 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. 5 കോടി രൂപയുടെ ഇക്വിറ്റി ഇൻഫ്യൂഷനും 131.15 കോടി രൂപയുടെ ഇൻ്റർ കോർപ്പറേറ്റ് ലോണും ഉപയോഗിച്ചാണ് സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് എന്ന കമ്പനി AWM ഓട്ടോ കമ്പോണൻറ്റ് എന്ന കമ്പനിയെ അക്വയർ ചെയ്തത്. പവർ ഫിനാൻസ് കോർപ്പറേഷന് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ആരംഭിക്കുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡെൽറ്റ കോർപ്പ് എന്ന ഓൺലൈൻ ഗെയിമിംഗ് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു. മാർക്കറ്റ് അവറിന് ശേഷമാണ് ഡെൽറ്റ കോർപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 59%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 50% ഇടിഞ്ഞ് 34 കോടിയായി മാറി. റവന്യൂ 15.58% ഇടിഞ്ഞ് 231 കോടിയായി മാറി. കാസിനോ ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ് സെഗ്മെൻറ്റിലും ഓൺലൈൻ സ്കിൽ ഗെയിമിംഗ് സെഗ്മെൻറ്റിലും കമ്പനി മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും റവന്യൂ ഇടിയുകയും ചെയ്തു. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന കമ്പനി 1385 കോടി രൂപ QIP അതായത് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴി ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ട്. 1385 കോടി രൂപ സമാഹരിക്കുന്നതിനുള്ള QIP ഓപ്പൺ ചെയ്തപ്പോൾ 4055 കോടി രൂപയുടെ ബിഡായിരുന്നു കമ്പനിക്ക് ലഭിച്ചത്. അതായത് ശ്യാം മെറ്റാലിക്സിൻ്റെ QIPയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെയധികം ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 2,40,51,165 ഇക്വിറ്റി ഷെയറുകൾ 576 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും QIP വഴി ശ്യാം മെറ്റാലിക്സ് ഇഷ്യൂ ചെയ്യുക. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെയും വരും സമയങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഓട്ടോണോമസ് ഡ്രൈവിംഗ് സിസ്റ്റം, അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് ടെക്നോളജി എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മൊബീലിയോ എന്ന കമ്പനിയുമായി ചേർന്ന് എമാൻഡം എന്ന കമ്പനി കൊളാബറേഷനിലെത്തിയിട്ടുണ്ട്. ടാറ്റ കോഫി ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് ലിമിറ്റഡുമായി മെർജ് ആയതിനു ശേഷം BSE 500, BSE 250 സ്മാൾ ക്യാപ്പ്, BSE 400
മിഡ് സ്മാൾ ക്യാപ് തുടങ്ങിയ ഇൻഡെക്സുകളിൽ നിന്നും ഒഴിവായിരുന്നു. ഈ സ്ഥലത്തേക്ക് രാമകൃഷ്ണ ഫോർജിങ്സ് എന്ന കമ്പനിയായിരിക്കും വരിക. ഇതുകൂടാതെ ടാറ്റ കോഫി, BSE ആൾ ക്യാപ്, FMCG, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ് ഇൻഡിസസുകളിൽ നിന്നും പുറത്താകും. ഈ സ്ഥലത്തെല്ലാം രാമകൃഷ്ണ ഫോർജിങ്സ് എന്ന കമ്പനിയായിരിക്കും സ്ഥാനം പിടിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്